ഹായ് മക്കളെ, CSCB-യുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ഏതൊക്കെ ബാങ്ക്, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം. അതിനോടൊപ്പം ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുമ്പോൾ 2026 വന്നതിന് ശേഷമുള്ള മൂന്നാമത്തെ അവസരമാണ് ഇൻ ടേംസ് ഓഫ് എക്സാമിനേഷൻ. നമുക്കറിയാം, ആദ്യത്തെ ഒരു സെറ്റ് എക്സാം കഴിഞ്ഞു, പിന്നെ രണ്ടാം സെറ്റ് കഴിഞ്ഞു, ഇതാ മൂന്നാം സെറ്റ് വിളിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ അതും നമുക്ക് ഈ പറഞ്ഞ പോലെ മാർച്ചിൽ വരുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഇനി അടുത്ത നോട്ടിഫിക്കേഷന്റെ ഒരു സെറ്റ് വരുന്നത് എപ്പോഴായിരിക്കും? നമുക്കൊരു ജൂണിന് മുന്നോടിയായിട്ട് 1-2 സെറ്റ് വരും. ഇപ്പൊ നമുക്ക് വർഷത്തിൽ 3 എന്ന് പറയാൻ പറ്റത്തില്ല, ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഒരു വർഷം 600-ലധികം വേക്കൻസികൾ വരും എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിന് പിടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടുത്തെത്തി നിൽക്കുകയാണ് അല്ലെ. അടുത്തെത്തി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രകമ്പനം ബാച്ച് സഹകാരിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൺലി എക്സാമിനേഷൻ വഴി മാത്രമേ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് വരുന്നുണ്ട്. ആ ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ അടുത്ത് വരുന്ന വർഷത്തെ തിരുവോണം നമ്മുടെ സ്വന്തം പൈസയ്ക്ക് അല്ലേ, ഏകദേശം 35,000-നും 40,000-നും ഇടയിലാണ് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുമ്പോൾ, ആ ഒരു പൈസയ്ക്ക് നമുക്ക് തിരുവോണം ആഘോഷിക്കാൻ പറ്റണം. അത് നിങ്ങളുടെ മുദ്രാവാക്യമായിട്ട്, നിങ്ങളുടെ സ്വപ്നമാക്കി നിങ്ങൾ ഇപ്പോഴേ വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻ കിടക്കാം. മക്കളെ നോക്കൂ, വിജ്ഞാപനത്തിന്റെ കാറ്റഗറി നമ്പർ നോക്കൂ, 11/2026 അല്ലെ. വിജ്ഞാപന തീയതി നമുക്കറിയാം 5/3 തീയതി, ഇന്നലെയാണ് വന്നത് അല്ലെ. അപ്പൊ അപേക്ഷ കിട്ടേണ്ട അവസാന തീയതി മറന്നു പോകരുത്, 4/4/2026 ആണ്. ഓക്കെ, അപ്പോ നിയമന രീതി നമുക്കറിയാം, CSCB വഴി വരുന്ന റാങ്ക് ലിസ്റ്റ് ആണ് അല്ലെ. അതുപോലെ നിയമന അധികാരി ആരാണ്? സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ്. ഇനി അപേക്ഷ സമർപ്പിക്കല് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യണം അല്ലെ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം അതേപോലെ നിലവിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർ പിന്നെ പോയി രജിസ്റ്റർ ചെയ്യാൻ നിൽക്കരുത്. അതാണ് പറഞ്ഞത്, ഒറ്റത്തവണ രജിസ്ട്രേഷൻ മാത്രമേ പാടുള്ളൂ. ഇൻ കേസ് നിങ്ങളുടെ പാസ്വേഡോ അല്ലെങ്കിൽ യൂസർ നെയിമോ എന്തെങ്കിലും മറന്നുപോയി എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് CSCB ആയിട്ട് ബന്ധപ്പെടുക. അല്ലാണ്ട് വേറൊരു ID ഉണ്ടാക്കലല്ല അതിന്റെ ലക്ഷ്യം കേട്ടോ. അതുകൊണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷൻ എടുത്തു പറഞ്ഞിരിക്കുന്നത് കേരള PSCയിലും ഇവിടെയും ബാധകമാണ്. അപ്പോൾ ഒരിക്കൽ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രൊഫൈലിലായിട്ട് ലോഗിൻ ചെയ്തിട്ട് അപേക്ഷ കൊടുക്കുക. വെബ്സൈറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, www.cscb.kerala.gov.in. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് കാറ്റഗറി നമ്പർ ഓരോന്നായിട്ട് പരിശോധിക്കാം. സെക്രട്ടറി പോസ്റ്റ് ആണ് അടുത്തത് അല്ലെ. ആദ്യം നോക്കാം, 8/2026. നോക്കാം, വിദ്യാഭ്യാസ യോഗ്യതയിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ്? ഇവിടെ ഡിഗ്രി വിത്ത് HDC ആൻഡ് BM വിത്ത് 7 years എക്സ്പീരിയൻസ് ആസ് അക്കൗണ്ടിംഗ് ഓർ എബോ പോസ്റ്റിന് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷിക്കാം. 2, BSc കോർപ്പറേഷൻ ബാങ്കിങ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നുള്ള BSc കോർപ്പറേഷൻ ബാങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? സെക്രട്ടറി ആയിട്ട് അപേക്ഷിക്കാം അല്ലെ. ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്വാളിഫിക്കേഷൻ വരിക. പിന്നെ നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനം 60% മാർക്ക് വേണമെന്നുണ്ട്. എക്സ്പീരിയൻസ് ഇവിടെ നിർബന്ധമാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ അവിടെ വരുന്ന ഒഴിവുകളും സംഘത്തിന്റെ പേര് നോക്കാം. ചേർത്തല സർവീസ് സഹകരണ ബാങ്കിൽ സെക്രട്ടറി ജനറൽ കാറ്റഗറിയിൽ 1, മഞ്ചേരി സെക്രട്ടറി ജനറൽ കാറ്റഗറിയിൽ 1, മലബാർ വെൽഫെയർ സഹകരണ സംഘത്തിലെ സെക്രട്ടറി നമ്പർ 1 അല്ലെ. ഓക്കെ, നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന ശമ്പളം നിങ്ങൾ നോക്കരുത് മക്കൾ, അത് പ്രീ റിവൈസ്ഡ് സ്കെയിലാണ്. നമ്മളെ സംബന്ധിച്ച് 104% DA ഉണ്ടല്ലേ. DA ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മാത്രമല്ല, സഹകരണ സംഘങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പേ റിവിഷൻ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ പേ റിവിഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ക്ലർക്കിന്റെ അടിസ്ഥാന ശമ്പളം വരെ 40,000-ന് മുകളിലേക്ക് പോകും. മനസ്സിലായോ? സെക്രട്ടറി എല്ലാം ഏകദേശം 60,000-ന് മുകളിലേക്ക് അടിസ്ഥാന ശമ്പളം പോകും. ആ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ അവിടെ കൊടുത്തിരിക്കുന്ന അടിസ്ഥാന ശമ്പളം ഇത്രയല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, അടുത്ത സെക്രട്ടറി ചീഫ് അക്കൗണ്ട് ഞാൻ 9/2026 വിദ്യാഭ്യാസ യോഗ്യത ഞാൻ വിശദമാക്കി പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വായിച്ചു നോക്കാവുന്ന മാത്രമേ ഉള്ളൂ. അവിടെ മാർക്കിന്റെ ശതമാനമാണ് നമുക്ക് BCom കോർപ്പറേഷൻ നമുക്ക് വന്നിട്ടുള്ളത്. അത് 50%-ൽ കുറയാതെ മാർക്ക് വേണം. എവിടെ? അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്. സെക്രട്ടറിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരിക? എക്സ്പീരിയൻസ് ആവശ്യമായിട്ട് വരിക. ഇനി ചീഫ് അക്കൗണ്ടന്റ് പരീക്ഷ എടുക്കുമ്പോഴത്തേക്ക് നോക്കാം നമുക്ക്. ചിറയിൻകീഴ് സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് 1, ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി 1 വേക്കൻസി, കീരമ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറി 1 വേക്കൻസി, തൃശൂർ ജില്ലാ പോലീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി 1 വേക്കൻസി, പരിയാരം സർവീസ് സഹകരണ ബാങ്ക് വൃത്തം നമ്പർ അവിടെ നമുക്ക് ചീഫ് അക്കൗണ്ടന്റ് 1 വേക്കൻസി, അതുപോലെ ഈസ്റ്റ് എളേരി സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടന്റ് 1 വേക്കൻസി. അവിടെയൊക്കെ നോക്കട്ടെ, 29,500-ന് മുകളിലാണ് അടിസ്ഥാന ശമ്പളം അല്ലെ. അതിന്റെ 100%-ൽ DA ആകുമ്പോൾ തന്നെ നോക്കട്ടെ, ഏകദേശം 60,000-ന് മുകളിൽ എന്തായി? ഇപ്പൊ തന്നെ ഗ്രോസ് പേ ആയി നിങ്ങൾ മനസ്സിലാക്കാം. ബാക്കിയുള്ള HRA കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് പഠിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ ഇത്ര വേക്കൻസി അല്ലേ വന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് സീരിയസ് ആകാതെ ഇരിക്കരുത് ഈ ഒരു പരീക്ഷയിൽ. എടാ, ഏറ്റവും റീസെന്റ് ആയിട്ട് വന്ന നമ്മുടെ നൂറയുടെ സ്റ്റോറി നിങ്ങൾ കണ്ടു കാണും അല്ലെ. ഇപ്പോൾ നിലവിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് കയറി ആ കുട്ടി 23-ാമത്തെ വയസ്സിൽ സെക്രട്ടറി ആവുകയാണ്. ഒരു പോസ്റ്റിന്റെ, ഒരു ബാങ്കിന്റെ
തലപ്പത്തിലേക്ക് വരികയാണ്. അതുപോലെ ഇക്കഴിഞ്ഞ തൊട്ട് മുന്നേ വന്ന ചീഫ് അക്കൗണ്ടന്റ് നോട്ടിഫിക്കേഷനിൽ 5 ബാങ്കുകളാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ഇവിടെ 6 ബാങ്ക് ഉണ്ടെങ്കിൽ 5 ബാങ്കുകൾ. ഈ 5 ബാങ്കുകളിലും 1ാം റാങ്ക് വന്നത് സഹകാരിയുടെ ചുണക്കുട്ടിയായ കിച്ചു ആണ്. ഓക്കെ, അപ്പോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ ബാങ്കിലും 1ാം റാങ്കിൽ വരാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി മാത്രം വരിക. സഹകാരി വരുമ്പോഴത്തേക്ക് നിങ്ങൾ റെഗുലർ കോഴ്സിൽ വന്നാൽ ഡെയിലി എക്സാമിനേഷൻ എഴുതുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പഠിക്കാതെ പോലും നിങ്ങൾ പരീക്ഷ എഴുതണം. ഇൻ കേസ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞ സ്ട്രീക്കിൽ നിന്ന് നിങ്ങൾ ഒഴിവാകരുത്. അത് നിങ്ങളെ ബാക്കിലോട്ട് കൊണ്ടുപോകും. ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സിലേക്ക് സീരിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെബിനാറിൽ പങ്കെടുക്കുക കേട്ടോ. അതിന്റെ ഓരോ പ്രാധാന്യവും ഞാനിവിടെ പറഞ്ഞുതരാം. ഇനി അതിനോടൊപ്പം അതുപോലെ അടുത്തത് കാറ്റഗറി നമ്പർ 10/2026 ജൂനിയർ ക്ലർക്ക് അല്ലെ, സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിലേക്കുള്ള ജൂനിയർ ക്ലർക്ക് വിളിച്ചിരിക്കുന്നു. അടിസ്ഥാന യോഗ്യത നിങ്ങൾക്കറിയാം എന്താണ്, HDC അല്ലെങ്കിൽ JDC പാസ്സായാൽ മതി അല്ലെ, അതിനോടൊപ്പം 10ാം ക്ലാസ് മതി നമുക്ക്. അപ്പോൾ HDC ആണെങ്കിൽ നമുക്ക് ഡിഗ്രി കാണും. ഇവിടെ നമുക്ക് 50% മാർക്ക് വേണം നിർബന്ധമില്ല. അതും അല്ലെങ്കിൽ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നുള്ള ബിരുദം അല്ലെ, ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുള്ള ബികോം കോർപ്പറേഷൻ എല്ലാം ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ കൊടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാർക്കും അല്ലേ, അവിടെ ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. സംഘങ്ങൾ നോക്കാം. ചെന്നിത്തല തൃപ്പേരിന്തുര സർവീസ് സഹകരണ ബാങ്കിൽ 4 വേക്കൻസി ഉണ്ട്. ജനറൽ കാറ്റഗറിക്ക് 4 വേക്കൻസി ഉണ്ട്. കൊടുക്കുക, എല്ലാവരും കൊടുക്കാം. അതുപോലെ കോട്ടയം ജില്ലാ പോലീസ് സഹകരണ ബാങ്കില് 1 വേക്കൻസി ഉണ്ട്. പള്ളുരുത്തി മണ്ഡലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കില് 4 വേക്കൻസി ഉണ്ട്. അതുപോലെ അലനല്ലൂർ പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നില്ല, അലനല്ലൂർ അടുത്ത് വന്നതേ ഉള്ളൂ അല്ലെ. അലനല്ലൂർ സഹകരണ ബാങ്കില് 4 വേക്കൻസി ഉണ്ട്. അതിനോടൊപ്പം SC/STക്ക് 1 വേക്കൻസി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ SC/STക്കാർ അവിടെ കൃത്യമായിട്ട് കൊടുക്കുക. മക്കരപ്പറമ്പ് സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. വളവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. അതുപോലെ പയ്യന്നൂർ സഹകരണ റൂറൽ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. അതുപോലെ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കില് ജൂനിയർ ക്ലർക്ക് 4 വേക്കൻസി. അവിടെയും SC/STക്ക് 2 വേക്കൻസി ഉണ്ട്. അത് സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ കാസർഗോഡ് ആണെന്ന് നോക്കണ്ട, നിങ്ങൾ SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാസർഗോഡ് കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് കൊടുക്കുക. കട്ട് ഓഫ് കുറവായിരിക്കും കേട്ടോ. കട്ട് ഓഫ് എങ്ങനെ പോയാലും ഒരു 40-50 വരത്തോളൂ. ഒന്ന് പഠിച്ചെഴുതിയാൽ മതി, ജോലി കിട്ടും. ഇനി അടുത്ത് എന്താണ്, സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് വിദ്യാഭ്യാസ യോഗ്യത നോക്കൂ. വഞ്ചൂർ സഹകരണ ബാങ്ക് തിരുവനന്തപുരത്ത് നമ്മുടെ വഞ്ചൂര് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി ഉണ്ട് കേട്ടോ. ഓക്കെ, അതുപോലെ പുന്നത്തല സർവീസ് സഹകരണ ബാങ്കില് ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. ചവറ സർവീസ് സഹകരണ ബാങ്കില് കൊല്ലം ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. ജനറൽ കാറ്റഗറിയാണ്. കൊറ്റങ്കര SCB ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി ഉണ്ട്. അത് 3ഉം ജനറലിന്റെ ആണ്. അതുപോലെ കണ്ണമംഗലം SCB ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. കടക്കരപ്പള്ളി SCB ജൂനിയർ ക്ലർക്ക് 1 വേക്കൻസി. അതുപോലെ അലകുന്നം വില്ലേജ് സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. തൊടുപുഴ ഹൗസ് കൺസ്ട്രക്ഷൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി 1 വേക്കൻസി. കടുത്തേടം SCB 2 വേക്കൻസി. ചെങ്ങമനാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 2 വേക്കൻസി. വള്ളുവള്ളി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് 1 വേക്കൻസി. അതുപോലെ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് എറണാകുളം 4 വേക്കൻസി ഉണ്ട് മക്കളെ, 4 വേക്കൻസി മറക്കല്ലേ. ഇനി വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കില് 4 വേക്കൻസി, എല്ലാം ജനറലാണ്. എറിയാട് സർവീസ് സഹകരണ ബാങ്കില് 2 വേക്കൻസി. എടവണ്ണ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം 2 വേക്കൻസി. ഈസ്റ്റ് ഏറാണ് സർവീസ് സഹകരണ ബാങ്കിൽ മൊത്തം 2 വേക്കൻസി. അതിൽ 1 SC/ST 1 ജനറൽ. അതുപോലെ കണ്ണാടിപ്പറമ്പ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കണ്ണൂരിലെ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. SC/ST 1 വേക്കൻസി. ഭിന്നശേഷിക്കാർ മറക്കണ്ട, ഭിന്നശേഷിക്കാരെ നിങ്ങളുടെ അവസരം അവിടെ കിടപ്പുണ്ട്. എവിടെ, കണ്ണൂർ ഇപ്രാവശ്യം കിടപ്പുണ്ട്. പോയി എഴുതുക, ജോലി മേടിക്കുക, അത്രേ ഉള്ളൂ. ഒന്ന് പഠിക്കുക, ഒരു 30-40 മാർക്കിന് പഠിക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭിന്നശേഷിക്കാർക്ക് വന്നപ്പോഴത്തേക്ക് വന്ന കട്ട് ഓഫ് വളരെ കുറവായിരുന്നു. ഇത്തവണയും നിങ്ങൾ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. ഇനി കജൂർ ഹൗസിംഗ് സഹകരണ സംഘം എത്ര, 1 വേക്കൻസി. മുള്ളിയാർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് മൊത്തം 4 വേക്കൻസി. അപ്പൊ ഇത്രയാണ് മക്കളെ. ഇനി നമുക്ക് വരുന്നത് എന്താണ്, ക്ലാസ് 2 മുതൽ 7 വരെയുള്ള ബാങ്കുകളാണ്. അവിടെ നമുക്ക് വരുന്നത് നോക്കാം. ചിറയൻകീഴ് 1 വേക്കൻസി. തുരുത്തിക്കര സർവീസ് 1 വേക്കൻസി. ഏനാത്ത് സർവീസ് 1 വേക്കൻസി. പൊങ്ങ SCB 1 വേക്കൻസി. അതുപോലെ കാഞ്ഞിരപ്പള്ളി SCB 2 വേക്കൻസി. ഭിന്നശേഷിക്ക് ഒരെണ്ണം, അവിടെ ജനറലിന് 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോ തിരുവാർപ്പ് വില്ലേജ് സർവീസ് SCB 1 വേക്കൻസി. വെള്ളിയാമറ്റ സർവീസ് അതുപോലെ ജൂനിയർ ക്ലർക്ക് 2 വേക്കൻസി. പുലാപ്പറ്റ 1 വേക്കൻസി. ഇരുമ്പിളിയം 1 വേക്കൻസി. കൂട്ടിലങ്ങാടി 1 വേക്കൻസി. ശിവപുരം 2 വേക്കൻസി. കാവുന്തറ 2 വേക്കൻസി. കാലിക്കറ്റ് വനിതാ സംഘം 1 വേക്കൻസി. ചട്ടഞ്ചല അർബൻ സഹകരണ സംഘം 2 വേക്കൻസി. ഭിന്നശേഷിക്കാർക്ക് ഒരെണ്ണം ഉണ്ട്, ജനറലിന് ഒരെണ്ണം ഉണ്ട് കേട്ടോ, മറക്കല്ല്. അതുപോലെ കൊളത്തൂര് സർവീസ് സഹകരണ ബാങ്ക് കാസർഗോഡ്
ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി, ബള അന്തർ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്ക് ഒരു വേക്കൻസി. അപ്പൊ ഇത്രയാണ് വരുന്നത് മക്കളെ. ഇനി നമുക്കിന്റെ പ്രായപരിധി നിങ്ങൾക്ക് അറിയാം. പ്രായപരിധിയിൽ കേരള PSC ഇപ്പോൾ എത്ര 36 എന്നുള്ളത് 40 വർദ്ധിപ്പിച്ചു. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ഇതുവരെ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രജിസ്ട്രാറെ കാണണം, നിങ്ങളുടെ നിവേദനങ്ങൾ അറിയിക്കണം. കാരണം നമുക്ക് കേരള PSC വഴിയുള്ള സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെ ജോലി ചെയ്യുന്നതിനുവേണ്ടി ആൾറെഡി ഒരു ഇളവ് കൊടുത്തു. നമുക്ക് ഒരു ഇളവ് തന്നുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ അനുഭാവപൂർവ്വം സർക്കാരോട് ചോദിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂടെ ഉണ്ടാവും കേട്ടോ. നമ്മളെന്നുള്ള എല്ലാ സഹകരണവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അതൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു അപേക്ഷാ രൂപത്തിൽ നമുക്ക് കൊടുത്തു നോക്കാം. കിട്ടിയാൽ വളരെ നല്ലത്. ഇനി പ്രായപരിധി നമുക്കറിയാം 18 വയസ്സ് തികഞ്ഞിരിക്കണം. എത്ര? 1/1/2026. ഒരുപാട് പേരുടെ സംശയമാണ്. സാറേ ചിലർ ചോദിക്കും, എനിക്കിതാ 18 വയസ്സ് കഴിഞ്ഞ ആഴ്ച തികഞ്ഞു, എനിക്ക് കൊടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കും. അത് പറ്റില്ല എന്നാണ് ഉത്തരം. എന്താ കാര്യം? 18 വയസ്സ് തികഞ്ഞാൽ പോരാ. പ്രായപരിധി നമുക്ക് 1/1/2026 18 വയസ്സ് തികഞ്ഞിരിക്കണം. ഈ വർഷത്തിന്റെ 1-ാം തീയതി അവന് 18 വയസ്സായിരിക്കണം. അതായത് ഇന്ന് 18 ആയാലും നാളെ 18 ആയാലും അല്ലെങ്കിൽ 2-ാം തീയതി, ഈ വർഷം 2-ാം തീയതി, ജനുവരി 2-ാം തീയതി 18 ആയാലും അവൻ ഈ വർഷം അപേക്ഷിക്കാൻ പറ്റത്തില്ല. അടുത്ത വർഷം തൊട്ടേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വയ്ക്കുമ്പോഴത്തേക്ക് ഞാനിത് എടുത്തു പറയാൻ കാര്യം, ഈ അവസാനത്തെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് സംശയം 18 വയസ്സുകാരെ ഒരിക്കലും ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. എനിക്കൊന്നും സംശയം ഉണ്ടായിരുന്നില്ല. എനിക്ക് 18 ആയാലും ഇവനൊന്നും അപേക്ഷിക്കാൻ പറ്റാത്ത കാര്യം എന്താണ്? 17ാമത്തെ വയസ്സോട്ട് ഞാൻ PSC പഠിച്ചു തുടങ്ങി. എന്ന് അപേക്ഷിക്കാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഇതാക്കി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് അച്ഛനും സുഖമില്ല ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ആ സമയത്ത് ആദ്യം വന്ന പരീക്ഷകളിനെ അപേക്ഷിച്ചു ആദ്യം വന്ന പരീക്ഷകളിനെ ക്രാക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള വലിയ ഭാഗ്യമാണ്. അപ്പൊ 19ാമത്തെ വയസ്സ് വരെ കാത്തിരുന്നു ഞാൻ. കാരണം 18 കഴിഞ്ഞാലേ പറ്റുള്ളൂ. 18 കഴിഞ്ഞ് 19 ആവാറായി. എനിക്കെപ്പോഴാണെന്ന് അറിയാം. എനിക്ക് ഈ നവംബറിലാണ് എനിക്ക് വരുന്നത്. എനിക്ക് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പൊ അതാണ് രസം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഈ സംശയം വരുന്നത് എപ്പോഴൊക്കെയാണ്? എപ്പോഴും ലാസ്റ്റ് വരുന്ന ആൾക്കാരൊക്കെ, ഈ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് സംശയം. അപ്പൊ നമുക്ക് എടാ, ഒരാളിപ്പോ എന്റെ അടുത്തും ചോദിക്കണേ, സാറേ എനിക്കിതാ ഈ അടുത്ത ആഴ്ച 40 ആവും, ഇന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ചത് കൊണ്ട് എനിക്ക് അപേക്ഷിക്കാം. അങ്ങനെ അല്ല കേട്ടാ, അങ്ങനെയല്ല. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച 40 വയസ്സാകുന്നവനും ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ കഴിഞ്ഞ ആഴ്ച 40 വയസ്സാകുന്നവനും സെയിം ആണ് ഇവരുടെ കണ്ണില്. എന്താ കാര്യം? ഉയർന്ന, നമ്മൾ നേരത്തെ താഴ്ന്ന പ്രായപരിധിയിൽ എന്ത് പറഞ്ഞു? 18 വയസ്സ് എന്ന് തികയണമെന്ന് പറഞ്ഞു. 1/1/2026 എന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അതുപോലെയാണ് 1/1/2026 എത്ര? 40 വയസ്സ് തികയാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി സംശയം ചോദിച്ചു നിങ്ങൾ വരരുത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോണിൽ സംശയം പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം മറ്റുള്ള പട്ടികവിഭാഗക്കാർക്കും മറ്റുള്ള ആൾക്കാർക്കെല്ലാം കൃത്യമായിട്ട് ഇളവ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഭിന്നശേഷിക്കാർക്കുണ്ട്, EWSകാരെ കൊണ്ട്, വിധവകൾക്ക് വരെ എന്താണ് പ്രായത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു കാര്യമാണ് CSE എന്നുള്ള. ഇനി പരീക്ഷയുടെ രൂപം നിങ്ങൾക്കറിയാം. 1 മാർക്കിന് 100 ചോദ്യങ്ങളാണുള്ളത്. മൈനസ് മാർക്ക് ഇല്ല ഇപ്പോഴും. അപ്പൊ പരമാവധി അഭിമുഖത്തിന് 20 മാർക്കാണുള്ളത്. അതുപോലെ നമുക്ക് PSC പോലെ തന്നെ 4 മാർക്ക് മിനിമം കിട്ടും. 16 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിന്. ഒരുപാട് വ്യത്യാസം അവിടെ കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. GST കൂടി ആഡ് ചെയ്യണം നമ്മളെ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പരീക്ഷ ഫീസാണ്. നമുക്ക് എല്ലാവർക്കും സംശയമുള്ള മേഖലയാണ് പലപ്പോഴും. അപ്പോൾ ഇപ്പോഴും പഴയ പോലെയാണ്. ഓൺലൈൻ ആയപ്പോഴത്തേക്കും ഫീസിന് ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ല. പണ്ട് PSC ഓൺലൈൻ ആയപ്പോഴത്തേക്കും ഫീസിൽ മാറ്റം വരുത്തി. പണ്ടാണ് നമുക്ക് പൈസ കൊടുത്ത് ഫോം വാങ്ങണമായിരുന്നു. ഇപ്പൊ പൈസ കൊടുത്ത് ഫോം വാങ്ങണ്ട. അപ്പോൾ ഒരു പൈസ നമ്മൾ PSC കൊടുക്കുന്നില്ല അല്ലെ. PSC പരീക്ഷ നടത്തുന്നു. പക്ഷെ ഇവിടെ എപ്പോഴും പരീക്ഷാ ഫീസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിക്ക് നോക്കാം, ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല. പൊതുവിഭാഗക്കാർക്കും വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും സഹകരണ സംഘം ചട്ടം 183(1) പ്രകാരം സംഘം ഒരു ബാങ്കിന് എത്ര? ഒരു ബാങ്കിന് മൊത്തം 150 രൂപയും തുടർന്നുള്ള ഓരോ ബാങ്കിലും 50 രൂപയും അധികമായിട്ട് നൽകണം. അപ്പോൾ 2 ബാങ്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ 150 പ്ലസ് 50 200 രൂപ. 3 ബാങ്ക് ആണെങ്കിൽ 250 രൂപ കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണ്. ഇനി അവിടെ നോക്ക്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് മാത്രമായിട്ട് വേറൊരു പ്രത്യേകത ഉണ്ടെന്നാണ്. ആദ്യത്തെ ബാങ്കിന് 150 കൊടുക്കണ്ട, 50 രൂപ കൊടുത്താൽ മതി. അപ്പോ അവർക്ക് 2 ബാങ്കിന് അപേക്ഷിക്കാൻ മൊത്തം 100 രൂപ, 3 ബാങ്കിന് അപേക്ഷിക്കാൻ മൊത്തം 150 രൂപ. അങ്ങനെ പോകുന്നതിന്റെ കാര്യം കേട്ടോ. ഇനി നമുക്കറിയാം അപേക്ഷ എന്നാൽ ഓൺലൈനായിട്ട് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ, അല്ലാതെ ഒരു അപേക്ഷ സ്വീകരിക്കത്തില്ല. അതുപോലെ നിങ്ങൾ അപേക്ഷ അയച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷൻ അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. അവസാനം ഇനി കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്, അതും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭിന്നശേഷി നിയമനങ്ങളിൽ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഒരു സർക്കുലറിന്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ തീയതി മറക്കണ്ട മക്കൾ. ലാസ്റ്റ് ഡേറ്റ് 4/4/2026 ആണ്.
അപ്പോൾ സ്ഥലം തീയതി എല്ലാം നിങ്ങൾക്ക് വയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിൽ നിങ്ങൾ പണ്ടാണെങ്കിൽ അഡ്രസ്സിൽ അയക്കണം അല്ലേ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ നേരെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിച്ചാൽ മതി. വേറൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് എത്രയും പറയാനുള്ളൂ, 2026 എന്ന് പറഞ്ഞാൽ സൂപ്പർ വർഷമായിരിക്കും. കാര്യം എന്ന് പറയുമ്പോൾ കേരള ബാങ്കിൽ ഉണ്ടായിരുന്ന സ്റ്റണ്ട് ഏരിയ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു, അത് മരവിച്ചു, അവിടെ ബ്ലോക്ക് വന്നു. എന്തായാലും എല്ലാ ജില്ലകളിൽ നിന്നും പഴയ ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും നേരത്തെയുള്ള അഗ്രീഡ് പാർട്ടീസിന് കൊടുക്കേണ്ടുന്ന വേക്കൻസീസ് എത്രയാണെന്ന് നിർണ്ണയിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് കിട്ടിയെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. അത് എല്ലാം അൺഒഫീഷ്യലാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ഫോർ ഇൻഫർമേഷൻ പറയുന്നേ ഉള്ളൂ. കിട്ടുന്ന അറിവുകൾ മാത്രമേ പറയുന്നേ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ തീരുമാനമാക്കിയിട്ട് അവർക്ക് എന്താണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതൊരു 4 മാസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ ആയി അത് കംപ്ലീറ്റ് ആവും. കേരള ബാങ്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ടതാണ് ഇപ്പൊ കിട്ടുന്ന ഒരു വിവരം. അപ്പോൾ ആ സമയത്തുള്ള ഗുണം എന്ന് പറയുമ്പോൾ കേരള ബാങ്കിലേക്ക് ഒരുപാട് കുട്ടികൾ പോകും, ഒരുപാട് വേക്കൻസി CSEB വരും. CSEBക്ക് വേണ്ടി ഇപ്പൊ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. മാത്രമല്ല JCയുടെ അടുത്ത് വരുന്ന അഡ്വൈസുകളൊക്കെ വരുമ്പോൾ KS കാർഡ് ബാങ്കിന്റെ അടുത്ത് അഡ്വൈസ് വരാൻ പോകുന്നു. അതുപോലെ JCI ഖാദി ബോർഡിന്റെ അഡ്വൈസ് വരാൻ പോകുന്നു. ഇതെല്ലാം നടക്കുമ്പോഴത്തേക്കും ബാധിക്കുന്ന എവിടെയാ? CSEB ഉള്ള കുട്ടികൾ അങ്ങോട്ട് ജോലിക്ക് പോകും അല്ലേ. അങ്ങനെ പോകുമ്പോഴും CSEB ബൾക്കായിട്ട് പിന്നെയും വേക്കൻസി വരും. അപ്പൊ നമ്മൾ റെഡി ആയിട്ടിരിക്കുക തൂക്കാനായിട്ട്. മാത്രമല്ല ഒരിക്കൽ ഒരു ബാങ്കിൽ എഴുതി കയറിയ ആൾക്കാർ പിന്നെയും അടുത്ത ബാങ്കിലേക്ക് ചാടാൻ വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ട ഓപ്പർച്യൂണിറ്റി തൂക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ മുദ്രാവാക്യം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാൻ, എന്താണ്? ആദ്യത്തെ ഒപ്പിടുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുക. അത് മാറ്റി കേട്ടോ. എന്താ പുതിയ മുദ്രാവാക്യം? ഒപ്പിട്ടാലും പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് അവിടെ എത്തുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സാഗരയുടെ മാറ്റിയ മുദ്രാവാക്യം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ വിജയാശംസകൾ. കൂടുതൽ എല്ലാ വിവരങ്ങൾക്കും നമുക്ക് സൗജന്യ ഗൂഗിൾ മീറ്റിൽ നേരിട്ട് കാണാം. ഗൂഗിൾ മീറ്റ് പങ്കെടുക്കാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. അടുത്ത ഓണം നമുക്ക് സ്വന്തം പൈസയ്ക്ക് അല്ലെ CSE വഴി ഒരു ജോലി നേടിച്ച് സ്വന്തം പൈസയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെടാ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.